ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ മൈ ലൈഫാണ്. ഡേ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു മിനി വ്ളോഗാണ്. അപ്പം നമുക്ക് പഠിക്കാൻ എല്ലാവർക്കും തോന്നുന്ന പോലെ കഴിയും. ഇതൊരു പ്രൊഡക്റ്റീവ് വ്ളോഗാണ്. നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം, നമ്മുടെ ഇഷ്ടം പോലെ പഠിക്കട്ടോ നമുക്ക്. അപ്പോൾ ഇത് എൻ്റെ ഉമ്മയുടെ ഫോണാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് വേറെ ഫോണാണ്. അപ്പം ക്ലാരിറ്റി ഉള്ള ഫോണിലാണ് എടുക്കുന്നത്. വലിയ ഐഫോൺ പോലത്തെ ഫോണൊന്നും ഇല്ലെങ്കിൽ നമുക്ക് തട്ടിക്കൂട്ടൊരു വീഡിയോ, തട്ടിക്കൂട്ടല്ല എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്നൊരു ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത് നമ്മളിതല്ലേ. അപ്പം മദ്രസത്തെ എക്സാം 28-ാം തീയതിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടോ ഈ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത്. രാത്രി പഠിക്കാൻ നല്ലതാണ്. ചിലർക്ക് രാത്രി പഠിക്കുന്ന ആവശ്യം, പക്ഷെ നമ്മൾ കുറേ നേരമൊന്നും രാത്രി കിടക്കേണ്ട സമയത്ത് നമ്മൾ കിടക്കണം. ഒരു 9 മണി ആകുമ്പോൾ നമ്മൾ കിടക്കണം. നമ്മൾ ഫുഡ് കഴിക്കുന്നത് 7 മണി ആ ടൈമിലൊക്കെ ആവണം കേട്ടോ, ഒരു 8 മണി ആ ടൈമിൽ. പിന്നെ നമ്മൾ രാവിലെ എണീച്ച് പഠിക്കണേ അത്ര നല്ലത്. കാരണം ഒരു 5 മണിയൊക്കെ എണീച്ച് പഠിക്കണേ അത്ര നല്ലതാവട്ടെ. കാരണം നമ്മളെ മെമ്മറി പവർ കൂടാനൊക്കെ സഹായിക്കും. അത്ര നമ്മൾ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഇഷ്ടം പോലെ നിൽക്കും നമ്മൾ പഠിക്കുന്ന ഊഹനകളൊക്കെ കേട്ടോ. എൻ്റെ അനിയത്തിക്കും എൻ്റെ മൈൻഡിലും അത്യാവശ്യം നേരത്തെ പഠിക്കണം എന്നാണ്. പക്ഷെ എൻ്റെ അനിയത്തി കുറച്ച് ബാക്കിലാണ്. പഠിക്കാൻ കാര്യത്തിലല്ല, നമ്മൾ പഠിക്കാൻ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിൽ. പക്ഷെ അവൾ പഠിക്കും, പക്ഷെ ഇൻട്രസ്റ്റ് അത്ര ഇല്ല എന്നുള്ളൂ. പിന്നെ നമ്മൾ ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നല്ല പ്രൊഡക്റ്റീവായിട്ടിരിക്കണം. ഇപ്പം അടുത്തായിട്ട് ആൾ എക്സാമിൻ്റെ കാര്യത്തിലൊക്കെ പ്രിപ്പറേഷനൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. സ്റ്റിക്കി നോട്ടിലെല്ലാം ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി അവൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ എക്സാമിന് എല്ലാത്തിലും നല്ല മാർക്കുണ്ടായിന് കേട്ടോ. 13-ഉം 14-ഉം 15-ഉം ഒക്കെ മാർക്കുണ്ടായിന്. മദ്രസയിലും സ്കൂളിലായാലും അത്യാവശ്യത്തിനുണ്ട്. എനിക്ക് പിന്നെ സ്കൂളിലും മദ്രസയിലും ഒരേപോലെ തന്നെ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവലുണ്ട് കേട്ടോ. കാരണം ആ ഒരു 5 മണി ആ ടൈമിലൊക്കെ നീക്കി പഠിക്കാൻ നമുക്ക് മെമ്മറി പവർ വർദ്ധിക്കാനും കൂടുതലാവും. നമുക്ക് ആ ടൈമിൽ പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് നമ്മൾ വരണമെങ്കിൽ നമ്മൾ നല്ല പല്ലൊക്കെ തേച്ച് നല്ല ഉഷാറിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒരിക്കലും നമ്മൾ രാവിലെ ടൈം ആകുമ്പോൾ ചായ കുടിക്കാൻ പാടില്ല. കാരണം ചായ തീരെ നല്ലതല്ല. നമ്മളെ സ്കിന്നിനും നമ്മളെ മെമ്മറിക്കൊന്നും ചെയ്യാൻ നല്ലതാണ്. ചായയൊക്കെ നല്ല പണി നമുക്ക് തരും, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ. നമ്മൾ അതിനനുസരിച്ച് ചെയ്യാൻ നമുക്ക് അതിനനുസരിച്ചിട്ട് എല്ലാതും പോകാൻ കഴിയും കേട്ടോ. അപ്പം എൻ്റെ അനിയത്തി ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിലാണ് കാണുന്നത്. അപ്പോൾ അത് കേട്ട് പഠിക്കുമ്പോൾ കുറച്ച് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ കഴിയും. പിന്നെ ഇത് എൻ്റെ ഒരു ഡെയിലി റൂട്ടീനായിട്ട് എഴുതി വെച്ചേക്കാട്ടോ. ഇതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ MMS എക്സാമായിട്ട് ഫുള്ള് ഇങ്ങനെയായിട്ട് ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ MMS സ്റ്റുഡൻസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെ നീച്ച് പഠിക്കുന്നതെന്നൊക്കെ ഞാൻ വ്ളോഗായിട്ട് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ ടീച്ചർ ഗ്രൂപ്പിൽ ഒരു 5 മണിക്ക് തന്നെ പ്രസൻറ്റ് ഇടും കേട്ടോ. എന്നിട്ട് ആ നേരത്തെ നമ്മൾ നീച്ച് പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് കുഴപ്പമില്ലാതെ പോകുന്നു. അപ്പോൾ ഉമ്മച്ചി വിളിക്കും. ചിലപ്പോഴത്തേക്കും മടി ഉണ്ടാവും, പക്ഷേ മടി കൂടാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ അത്ര പൈസ കൊടുത്ത് പഠിക്കുന്ന ഒരു എക്സാമാണ് എഴുതാൻ പോകുന്നത്. അപ്പം 2500 രൂപയാണ് ഈ എക്സാം എഴുതാൻ വേണ്ടി. അപ്പം അതിനനുസരിച്ച് നമ്മൾ പഠിക്കും വേണ്ടേ. ഈ പൈസ വെറുതെ നമ്മൾ കൊളാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇതൊക്കെ എൻ്റെ കലാപര തട്ടിപ്പുകളായി കണ്ടതൊക്കെ. പിന്നെ അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യും. പിന്നെ നമ്മൾ നീച്ചിട്ട് എന്തോ കൊടുക്കുമ്പോൾ അപ്പം ഞാൻ എൻ്റെ ഓരോ കോപ്രായം കാട്ടാം കേട്ടോ. നീച്ച് പോയത് വെള്ളം എടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ക്ലിപ്പ് വീഡിയോ ഇതാക്കിയിട്ട് ഓഫാക്കിയിട്ടാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ പോയത്. ഞാൻ ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. കഴിക്കാൻ പോയി. പിന്നെ ഓളും കഴിച്ച് വന്നിട്ട് പിന്നെ ഗ്ലാസ് ഇട്ട് കേൾക്കാം കേട്ടോ. പിന്നെ ഓരോ എക്സാമിൻ്റെതൊക്കെയാണ് കേൾക്കുമ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല, നമ്മൾ അതേപോലെ തന്നെ റെഡിയാവും. വെള്ളം കുടിക്കുന്നത് നല്ലതായിരുന്നു നമ്മൾ പഠിക്കുമ്പം ഒരു ഇൻട്രസ്റ്റ് ആൻഡ് മോട്ടീവായിട്ട് നിൽക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ ഈ ഒരു സ്റ്റേബിൾ ഇൻട്രസ്റ്റ് എസ്തറ്റിക് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ കഴിയുന്നൊക്കെ പോലെ. പിന്നെ ഓള് പോയത് വെള്ളം എടുക്കാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം ഓൾ ക്ലാസ്സൊക്കെ കണ്ട് നിൽക്കുക. പിന്നെ ഓളിനോട് ഓരോന്ന് വന്ന് പറയും. പിന്നെ അനിയൻ്റെ ഓരോ കോപ്രായം അതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് കാണാമല്ലോ. അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും നേരം കണക്കാവും ഗൈസ്. ഒരു മറ്റേ കുരങ്ങൻ എന്താ പറയുക, മരം കയറാൻ പോണ പോലെ കേട്ടോ ഇതിൽ കയറുന്നത്. പിന്നെ എൻ്റെ അനിയത്തി ഞാൻ ഓരോ വീഡിയോ ഇങ്ങനെ കട്ടാക്കി പോകുന്നുണ്ട്. എനിക്ക് പിന്നെ വലിയ ഇതൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോകണം, എന്തെങ്കിലും തിന്നാൻ പോകണം, ബാത്റൂം പോകണം, അങ്ങനെ ഓരോന്നുണ്ട്. നമുക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ എനിക്കിങ്ങനെ ഓരോ പുറത്തൊക്കെ വന്ന് തോന്നുമ്പോഴും പിന്നെ എന്നെ കണ്ണാടിൻ്റെ മുമ്പിൽ കുറച്ച് ഷോക്ക് കേൾക്കും കേട്ടോ. അത് ഞാൻ അടുത്ത് ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാം. കാരണം എനിക്കിങ്ങനെ വെറുതെ നിൽക്കുന്നത് ഇഷ്ടമല്ല. ഓള് പഠിക്കുന്ന നേരത്തെ കുറച്ചേരൊക്കെ വീഡിയോ എടുത്തു. പിന്നെ അനിയനോട് ഓരോന്ന് പറയും. ഓൾ ആരോ കൂടെ പറയുന്നുണ്ട് മുണ്ടല്ലേ. ഓൾ പഠിക്കുന്ന ഒരു ഇതിലാണ് നിൽക്കുന്നത്,
വല്ലാണ്ടില്ലെങ്കിലും അത്യാവശ്യത്തിന് പഠിക്കണത് നമ്മൾ കൂടെ നിന്ന് കൊടുക്കണം എന്നാണല്ലോ. പിന്നെ NMMSൻ്റെ സ്കോളർഷിപ്പിന് എക്സാമിന് ഞാൻ എങ്ങനെ പഠിക്കുന്നുള്ള വ്ളോഗ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിടുന്നുണ്ട്. ഇതേപോലെ ആവില്ല കേട്ടോ, അത് എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിടുന്നത്. ഇപ്പോൾ അനിയത്തിൻ്റെ ആണ്, അവൾ മദ്രസത്തെ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞത് ആ ഒരു ഐറ്റം ഞാൻ ഈ ഡ്രസ്സിൻ്റെ പരസ്യത്തിന് നിൽക്കണ പോലെ കീശയിലൊക്കെ ആയിട്ട് ഞാൻ നിൽക്കാട്ടോ. ഇതൊരു കോഡാണ്, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കേട്ടോ. ഇത് ഇപ്പം തീരെ ക്ലിയർ ഇല്ല. അപ്പം ഞാനിങ്ങനെ കോപ്രായം ചെയ്യുമ്പോഴും എൻ്റെ അനിയത്തി ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, പക്ഷെ എന്താ അവൾ ചെയ്യണം നോക്കിയിട്ട്. ഇത് എൻ്റെ മമ്മിൻ്റെ ഫോണാണ്, അതിൽ നല്ല ക്ലിയർ ആയിട്ട് നിൽക്കണം. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തി എപ്പോൾ ഒപ്പം നിന്നാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അവൾ പറയണത് ഇത് ആ വീഡിയോ അല്ല, അത് കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ വീഡിയോ. പിന്നെ ഞാൻ പറയണത് അത് അതിൻ്റെ ഒന്നല്ല, ഇത് ഇപ്പം തന്നെയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ നല്ല തല്ലിന് കേട്ടോ, പൂര തല്ലിന് അവിടെ. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അതിൻ്റെ ഒരു മേനയെ പോലെ തന്നെ നിൽക്കും. പിന്നെ ഓള് അതിൽ നോക്കി ഓരോന്ന് വായിക്കാൻ എനിക്ക് തലവേദന എടുക്കുന്നത് ഇങ്ങനെ ഓളത് കണ്ട് തന്നെ മനസ്സിലാവും തീരെ വയ്യ. പിന്നെ ഞാൻ ചിരിക്കാൻ പറഞ്ഞിട്ടോ, അപ്പോൾ ചിരിച്ചാണ്ട് എന്നോട് ഇങ്ങനെ ചൂടാവും. എൻ്റെ മുഖമൊറ്റ കാണിക്കുന്ന പറഞ്ഞാൽ അവൾക്ക് വല്ലാണ്ട് ഇഷ്ടമില്ല മുഖം, പക്ഷെ അവൾ ഇൻസ്റ്റയിൽ എല്ലാത്തിലും. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കണേ എൻ്റെ ഇതൊക്കെ റെഡി ആകാമെന്ന് ചോദിച്ചപ്പോൾ ആന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വലുപ്പ് തുറക്കുമ്പോൾ പൊയ്ക്കാൻ വരുന്നത് ആ ഒരു രീതി ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടാണ്. കാരണം ഓളെ ക്ലാസ് ഇതൊക്കെ നമ്മൾ ശബ്ദം ഇതാക്കി നിൽക്കണം. അപ്പോൾ പറയാതെ 1ാം ക്ലാസ്സിലത്തെ ക്ലാസ്സാണ് നോക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് 1ാം ക്ലാസ്സിലത്തെ അല്ല, മോഡൽ ചോദ്യ പേപ്പറാണ് അത് പറഞ്ഞു. അപ്പോൾ വിശ്വാസമില്ല. പിന്നെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നിട്ടോ. പിന്നെ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഉമ്മച്ചിനോട് ഇങ്ങനെ പറയണ്ട, ഉമ്മച്ചി പറഞ്ഞാൽ അത് ഇജ്ജ് നോക്കുക. ഞാൻ പറഞ്ഞു ഇജ്ജ് അതന്നെ റെഡി പറഞ്ഞിട്ട് പിന്നെ ഡേക്ക് കാണിച്ചു കൊടുത്ത്. അപ്പോൾ പറഞ്ഞ് ഇതൊന്നുമല്ല, ഇത് അർദ്ധവാർഷിക അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നല്ല തല്ലിനി. പിന്നെ ഓളത്തായിട്ട് പഠിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ എന്നെ നോക്കിയിട്ട് എന്തൊക്കെ പറയണ്ടേനിട്ട്. അപ്പോൾ ഞാൻ പോയി നോക്കി. ഞാൻ പറഞ്ഞതാണ്ടോ അത് കഴിഞ്ഞ പ്രാവശ്യത്താണ് ഈ പ്രാവശ്യത്തെന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കേനി. എൻ്റെ അമ്മ ഉണ്ടേനി അവിടെ, അമ്മച്ചും പറയുന്നുണ്ട് അത് ഇപ്പത്താണെന്ന് കണ്ടു. ഇവിടെ എന്നോട് അത് ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ ചൂടാവീനി. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ക്ലാസ് കണ്ട് പോടി പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പറയും ഇതൊന്നും ഈ ക്ലിപ്പിലൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. നമ്മൾ അനിയത്തിയായിട്ട് തിന്നുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അനിയത്തിമാരുള്ളവർ താത്തമാർക്കും ചേച്ചിമാർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പം ഞാൻ പഠിക്കുന്നത് 8th എൻ്റെ അനിയത്തി 7th പഠിക്കുന്നത്. അപ്പം അവൾക്ക് USS ഇല്ല, അവൾ ചേരാൻ താല്പര്യമില്ല, അവൾ ചേർന്നില്ല. പിന്നെ USS എല്ലാവർക്കും കിട്ടണം എന്നുമില്ലല്ലോ. NMMS തന്നെയാണ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. കേരളത്തിൽ തന്നെ കുറച്ച് എക്സാമിന് കിട്ടുള്ളൂ കേട്ടോ, ഇത് ചെയ്താൽ. പിന്നെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങി അവിടെ എൻ്റെ കാക്കും അനിയന്മാരെല്ലാം പന്തിന് കാറ്റിറക്കാനും കണ്ണുകളൊക്കെ ഉണ്ടേനി. പിന്നെ ഞാൻ പറയില്ല, എനിക്ക് അതൊന്നും ചർച്ചിട്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങും. എൻ്റെ നേരിനോടൊക്കെ എന്നിടാൻ ഇങ്ങനെ കളിച്ച് ഓരോ യോഗ കൊടുത്ത് നിൽക്കുന്നത്.